വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന സിനിമയാണ് ശംഭു. ആസ് എ ഫിലിം എന്തൂസിയാസ്റ്റിക് 90s കിഡ്, ചതി, വഞ്ചന എന്നീ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ ഒരു മുഖമാണ്. നായകന്റെ കൂടെ നടന്ന് അവസാനം വഞ്ചിക്കുന്ന കഥാപാത്രങ്ങൾ ഒരുപാട് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് വിജയകുമാറിനെ ബിട്രയൽ സ്റ്റാർ എന്ന് വിളിക്കുന്നത്. ഞാൻ വിജയണ്ണ എന്ന് ഈ ക്യാരക്ടറിനെ വിളിക്കാനാണ് പ്ലാൻ ചെയ്തിരുന്നത്, പക്ഷെ അത് ശരിയാവില്ല. സിനിമ ആരംഭിക്കുമ്പോൾ ശംഭുവണ്ണനും ഫ്രണ്ട്സും ഒരു ബസ് കത്തിച്ച് കുറച്ചുപേരെ കൊന്ന കേസിൽ ജയിലിൽ കിടക്കുവാണ്. മുത്തുച്ചിപ്പിയാണെന്ന് തോന്നുന്നു, എന്തായാലും ഫയർ അല്ല. ശംഭുവണ്ണൻ ജയിലിൽ വൻ വിഷയമാണ്. ജയിൽ വാർഡൻ വരെ ശംഭുവണ്ണനെ പേടിയാണ്. ചാനൽ കൂട്ടക്കൊല കേസിലെ ഒന്നാം പ്രതി ശംഭു. ഇത്രയും ഹൈപ്പൊക്കെ കൊടുത്തിട്ട് അണ്ണന്റെ ഇൻട്രോ. മണ്ണി കിടന്ന് ഉരുണ്ടിട്ട് ചുണ്ടലിയെ ഗുസ്തിക്ക് വിളിക്കുന്നു. ഇങ്ങനെ ചില കുസൃതികളൊക്കെ ഉണ്ടെങ്കിലും അണ്ണനെ ചുമ്മാ ചൊറിയാൻ ചെന്ന അണ്ണൻ വാ വലിച്ച് കീറും. വെറുതെ ശല്യം ചെയ്താൽ പിന്നെ പറയണ്ട, പിടിച്ച് കടിക്കും. ഈ തല്ലുകൊള്ളിക്ക് നവജാത ശിശുവിന്റെ കരച്ചിൽ ഇട്ടുകൊടുത്ത എഡിറ്റർക്ക് അഭിനന്ദനങ്ങൾ. ശംഭുണ്ണ കാം ഡൗൺ. കാം ആവാൻ പറഞ്ഞാൽ ശവമാവും, ആക്റ്റീവ് ആണെങ്കിൽ ഹൈപ്പർ ആക്റ്റീവ്. ശംഭുണ്ണന്റെ ലൈഫിലെ 3 സ്റ്റേജസിലൂടെയാണ് ഈ കഥ പോകുന്നത്. സ്വന്തം കൈപ്പിഴ കൊണ്ട് പ്രിയപ്പെട്ടവൾ മരിക്കേണ്ടി വന്നതിന്റെ ഷോക്കിൽ മാനസിക നില തെറ്റിയ യുവാവിന്റെ കഥ. അതായിരുന്നു സ്റ്റേജ് 2 സേതു. ശംഭുണ്ണൻ കോയമ്പത്തൂർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പെങ്ങളുടെ എൻഗേജ്മെന്റിനായിട്ട് നാട്ടിൽ വരുന്നത്. ശംഭുണ്ണന്റെ അളിയനാണ് അക്വാസ്റ്റാർ അനൂപ് മേനോനെ പോലെ ഇരിക്കുന്ന ഈ ചേട്ടൻ. പുള്ളിക്കാരൻ കല്യാണത്തിന്റെ കാര്യങ്ങൾ ഓർത്ത് വളരെ എക്സൈറ്റഡ് ആണ്. കല്യാണം കഴിഞ്ഞുള്ള കാര്യങ്ങൾ സ്വപ്നം കണ്ട് മതിമറന്നിരിക്കുവാണ്. Out of so many possibilities to explore, he chose to dream about കുത്തിയിരുന്നുള്ള ഉറക്കം. ഡ്രീമിങ് ഇൻസൈഡ് ഡ്രീം. നോളൻ ഇത് 2010 കൊണ്ടുവന്നത്. ഈ കോൺസെപ്റ്റ് ഒക്കെ ഇവിടെ പണ്ടേ ഉണ്ട്. അല്ല, ഇവൻ ഇവിടെ നിന്നിട്ട് എന്തെടുക്കാനാ? കാശിക്ക് പറഞ്ഞു വിടുന്നത് തന്നെ നല്ലത്. അണ്ണന്റെ മമ്മി ഭയങ്കര ടോക്സിക് ആണ്. എല്ലാ കാര്യങ്ങളും സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം നടക്കണം എന്ന് വിചാരിക്കുന്ന ഒരു അരഗന്റ് ലേഡി. അധ്യാപകരെല്ലാം വിദ്യാർത്ഥികൾക്ക് മാതൃകയാകണമെന്നും വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമെന്നും പറഞ്ഞിട്ട് സ്വന്തം മകനെ അവനിഷ്ടമുള്ള കോളേജിൽ നിന്ന് മാറ്റി അവരുടെ കോളേജിൽ കൊണ്ടുവന്ന് ചേർക്കും. ആ കോളേജാണെങ്കിൽ ഒരു തല്ലിപ്പൊളി കോളേജ്. അവിടുത്തെ മെയിൻ വില്ലനാണ് അഗ്നിവേഷ്. തലവരെ നീങ്ങളാ. ഈ ബഹുമാനം എന്നും ഉണ്ടായിരിക്കും. ഉണ്ടെന്നോ? ബഹുമാനം ഉണ്ട്. ആളെ അങ്ങോട്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ ജീവ. മച്ചാനിങ്ങനെ മസിലും ചുമന്ന് നടക്കുമെങ്കിലും അടിയെന്നൊക്കെ കേട്ടാൽ കണ്ടം വഴിയോടും. ശംഭു കോളേജ് വരുന്ന ഫസ്റ്റ് ഡേ തന്നെ കോളേജിൽ അടിയാണ്. ശംഭു അങ്ക പാര്, അതും இந்த കോളേജിൽ தான் നടക്കരുത്. വെയിറ്റ്, ഇവനല്ലേ ഇപ്പൊ പുറത്തിട്ട് ഇടിച്ചോണ്ടിരിക്കുന്നത്? അവന്റെ ക്ലാസ് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. അതേ ക്ലാസ്സും അതേ സ്റ്റുഡൻസും ഗ്രൗണ്ട് ഫ്ലോറിലുണ്ടോ? ഇതെന്താ ടൈം ലൂപ്പാ? കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയും പൊളിറ്റീഷ്യനുമാണ് റിയാസിക്ക. ഗുഡ് മോർണിംഗ് ടീച്ചർ. വെരി ഗുഡ് മോർണിംഗ്. നല്ലവനായ ഉണ്ണി. പാവപ്പെട്ട വീട്ടിലാ പാർത്ഥൻ ജനിച്ചത്. അയാൾ അമ്മയുടെ ബെസ്റ്റ് സ്റ്റുഡന്റാ. സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിരുന്ന് പഠിച്ച ആള് റാങ്ക് നേടിയത്. ഒരുപാട് കഷ്ടപ്പെട്ട് പഠിക്കുന്ന വേറെ 2 പേരും കൂടി ഉണ്ട് ആ കോളേജിൽ. ഇവനും ഇവളും. കോളേജിൽ എല്ലാ ദിവസവും ഒരേ ഡ്രസ്സ് ഇട്ട് വരേണ്ടി വരുന്നത് വല്ലാത്തൊരു കഷ്ടപ്പാടാണ്. എന്ത് നോട്ടവാളെ, പിടിച്ച് കടിക്കൂ. അഗ്നിവേഷിന്റെ കസിനാണ് നമ്മുടെ ഹീറോയിൻ. അതൊരു കിളി പോയ ഐറ്റമാണ്. തുത്തിരി തുത്തിരി തൂത്തുമ്പി എന്നല്ലേ? ഓ, കോപ്പിറൈറ്റ് വരാതിരിക്കാനായിരിക്കും. നീ ശിക്കാരി ശംഭു എന്ന് കേട്ടിട്ടില്ലേ? അത് നിങ്ങളാ? അല്ല. അപ്പൊ അതാരാ? അത് നിന്റെ മാമന്റെ അളിയൻ. ഇവൾ നോർമൽ ഡേയ്സിലെല്ലാം കോളേജിൽ നല്ല മോഡേൺ ഡ്രസ് ഇട്ട് പൊളിയായിട്ട് വരും. എന്നിട്ട് കോളേജ് ആനുവൽ ഡേക്കുള്ള പാർട്ടിക്ക് ഈ വേഷത്തിലും. തലതിരിഞ്ഞ സാധനം. ഒരു ദിവസം കോളേജിൽ സമരവും ലാത്തി ചാർജും എല്ലാം നടക്കും. പതിവ് പോലെ നമ്മുടെ പ്രധാന വില്ലൻ ആദ്യമേ കണ്ട വഴി ഓടും. എന്നിട്ട് ആൾക്കൂട്ടത്തിലേക്ക് ബോംബെറിയും. ഡേ, പിന്ന് കടിച്ചൂരിട്ടെറിയ ഇത് ഗ്രനേഡ് അല്ലല്ലോ, കത്തിച്ചെറിയുന്ന തോട്ടയില്ലേ?
ലാത്തി ചാർജിന് ഇത്ര സന്തോഷത്തോടെ സ്വീകരിക്കുന്ന സ്റ്റുഡൻസിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്താ ചിരി? ഞാനിത് എവിടെയോ. ഈ ബോംബേറിന്റെ പേരിൽ അഗ്നിവേഷനും ടീമിനും ടീച്ചർ സസ്പെൻഷൻ വാങ്ങിക്കൊടുക്കും. അതിന്റെ പേരിൽ അവന്മാരെല്ലാം കൂടി ശമ്പൂണനെ ഇടിച്ച് പിഴിയും. തകരുന്നു കിളിക്കൂട്, പാടി തകരുന്നു കിളിക്കൂട്. ഈ കിടപ്പ് കണ്ടിട്ട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. അതേ കോളേജിൽ എല്ലാവരുടെയും മുന്നിലിട്ട് പട്ടിയെ തല്ലുന്നവരെ തല്ലിയത് മമ്മിയും മോളും അറിഞ്ഞില്ലേ? മോനെ ശംഭു, എന്തു പറ്റിയടാ? നീ എന്തിനാ അവരുമായി വഴക്കിന് പോയത്? എന്ത് പറ്റിയെന്ന്. അങ്ങനെ കോളേജിൽ ആനുവൽ ഡേ ആയി. ജാസിയുടെ കിടിലം പാട്ട്. ഈ സോങ് ഈ മൂവിയിലാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇത്രയും നല്ല സോങ്ങില് ഡാൻസിന് നല്ല സ്കോപ്പ് ഉണ്ട്. പക്ഷെ ഇവന്മാരും കളിക്കുന്ന ഒരു മെനയുമില്ല. പിന്നെ ആകെയുള്ള ഒരു ഓപ്ഷൻ ആ വൃത്തിയുടെ എങ്ങനെയും മറയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ ക്യാമറമാൻ ഒന്നും നോക്കിയില്ല. ക്യാമറ മൊത്തത്തിലിട്ടങ്ങ് ഷെയ്ക്ക് ചെയ്തു. ഒരുത്തനൊരു കോപ്പ് മനസ്സിലാവരുത്. ചേച്ചിയോ? ഐറ്റം ഡാൻസേഴ്സിനോട് ഇത്ര ബഹുമാനം കാണിക്കുന്ന ഒരു നടനെ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ ശമ്പൂണ് അതേ ദിവസം കോളേജിൽ തിരിച്ചു വരുവാണ്. വെയിറ്റ്, ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ പ്ലാസ്റ്റർ റൈറ്റ് സൈഡിലായിരുന്നു, ഇപ്പൊ അത് ലെഫ്റ്റ് ആയോ? സത്യം പറഞ്ഞാൽ ഇത് ഒരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് അല്ല, ഇത് അണ്ണന്റെ ഒരു അടവാണ്. ശരിക്കും ഇപ്പൊ ഇയാളുടെ കൈക്ക് ഒരു ഗുരുവില്ല. പക്ഷെ ഫിസിക്കലി സ്ട്രോങ് ആയ അവന്മാർക്ക് വീണ്ടും തോന്നിയ വീണ്ടും ഇടിച്ച് പഴിപ്പിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഡമ്മി സെറ്റപ്പ് കാണിച്ച് സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്ത് കോംപ്രമൈസ് ചെയ്യാനായിരുന്നു അണ്ണന്റെ പ്ലാൻ. അത് പറ്റില്ല. പക്ഷെ ആ പ്ലാനും വർക്ക്ഔട്ട് ആയില്ല. ഇനി കോംപ്രമൈസ് ഇല്ല, ഇടിയാണ്. ശമ്പൂണന്റെ കയ്യിൽ നിന്ന് അടിയിട്ടുമെന്ന് ഉറപ്പായ അഗ്നി കണ്ടം വഴി ഓടി. നടു റോഡിലൂടെ ഈ ഘടാഘടിയനെ ഓടിച്ചിട്ട് തല്ലുന്നത് കണ്ടുകൊണ്ടുവന്ന പോലീസ് ശമ്പൂണന്റെ തകരുന്നു കിളിക്കൂട്, പാടി തകരുന്നു കിളിക്കൂട്. അങ്ങനെ തകർന്ന കിളിക്കൂടുമായി അണ്ണൻ വീട്ടിൽ ചെല്ലുമ്പോ இந்த மாதிரி ഒരു പുള്ളയല്ലെന്ന് നനച്ചിക്കറേ. ദയവ് ചെയ്ത് എങ്ങളെ വിട്ട് പോയിട്. നേരത്തെ ഇടി കിട്ടിയതിനായിരുന്നു വഴക്ക്, ഇപ്പൊ ഇടി കൊഴുത്തതിന്. ഇവർക്ക് ഇത് എന്തിന്റെ കേടാണ്? ശമ്പൂണനപ്പോ ഒരു വിലയില്ലേ? മാട് ശരീരവും കുരുവിയുടെ മനസ്സുള്ള ഇവനെ ഇടിച്ചത് കണ്ട് ഇംപ്രസ് ആയ എക്സ് മിനിസ്റ്റർ ശമ്പൂണനെ സ്വന്തം ഹിറ്റ്മാൻ ആക്കും. വിളിച്ചാ വെളിപ്പുറത്തുണ്ടാവണം. അങ്ങനെ അയാളുടെ വാക്ക് കേട്ട് ശമ്പൂണന് ടീമും കൂടി തല്ലിപ്പൊളിക്കുന്ന ബസ് തീ പിടിച്ച് അതിനകത്തിരിക്കുന്ന ആൾക്കാരെല്ലാം മരിക്കും. ആ കൂട്ടത്തിൽ ശമ്പൂണന്റെ പെങ്ങളും ഉണ്ടായിരുന്നു. അഗ്രഹാരത്തിൽ വളർന്ന അപ്പാവിയായ നായകൻ കോളേജിലെ തലതിരിഞ്ഞവരുമായി തല്ലുകൂടി തോറ്റുപോയിട്ട് രണ്ടാമത് വന്ന് അവനെ ഇടിച്ച് പഞ്ഞിക്കിട്ട് കോളേജിൽ ഹീറോയാകുന്ന കഥ. വില്ലന്റെ കസിൻ നായിക. അതായിരുന്നു സ്റ്റേജ് 1, പുതിയ മുഖം. ആ സംഭവത്തോടു കൂടി ശമ്പൂണൻ മെന്റലി ഡിസ്റ്റർബ്ഡ് ആവും. ജയിലിൽ വെച്ച് ശമ്പൂണന്റെ തടവുകാർ ശമ്പൂണനെ കൊല്ലാൻ പ്ലാൻ ചെയ്യും. എന്താണ് നോക്കണേ? ശമ്പൂണ അവന്മാരെ ഇടിച്ച് റെഡിയാക്കും. ആ റോപ്പൊക്കെ ഉണ്ടല്ലോ, നല്ല കാശ് മുടക്കി എടുത്ത പടമാണെന്ന് 10 പേര് അറിയട്ടല്ലേ. ബട്ട് അറ്റ് ദ എൻഡ് പോലീസുകാർ ശമ്പൂണന്റെ തകരുന്നു കിളിക്കൂട്, പാടി തകരുന്നു കിളിക്കൂട്. കിളിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. തകരുന്നു കിളിക്കൂട്. ഇത്തവണ കുറ്റം പറഞ്ഞാൽ കേൾക്കാനുള്ള ബോധം പോലും ശമ്പൂണൻ ഇല്ലാത്തതുകൊണ്ട് ടീച്ചർ ചികിത്സയ്ക്കായി കൊണ്ടുപോകും. പോയ കിളിയെല്ലാം തിരിച്ച് കൂട്ടിക്കയറുമ്പോഴാണ് ശമ്പൂണന് മനസ്സിലാവുന്നത് ബസ് കത്തിച്ചത് അവരല്ല, വേറെ ആരോ ആണെന്ന്. ബസ് കത്തിച്ചത് നിങ്ങളല്ല, നിങ്ങൾ അതിനൊരു കാരണവുമല്ല. അങ്ങനെ ശമ്പൂണൻ ഹാപ്പിയായി. കയറില്ല കെട്ടെല്ലാം കുതിരക്കൊണ്ടോടും എന്റെ മനസ്സൊരു കുതിരക്കുട്ടി. കയറില്ല കെട്ടെല്ലാം കുതിറിക്കൊണ്ടോടും എന്റെ മനസ്സൊരു കുതിരക്കുട്ടി. അങ്ങനെ അയാളെ കണ്ടെത്താനായി ശമ്പൂണനും ബാച്ചും ജയിലിൽ ചാടി പുറത്തുപോയി. ആരും പെട്ടെന്ന് കണ്ടുപിടിക്കാത്ത ഒരു സ്ഥലത്ത് പോയി ഒളിച്ചിരിക്കും. അതിരപ്പള്ളി വെള്ളച്ചാട്ടം. ഇനിയാണ് ട്വിസ്റ്റ്. ഈ നടന്ന സംഭവങ്ങൾക്കെല്ലാം പിന്നിൽ നല്ലവനായ ഉണ്ണി റിയാസിക്കയാണ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. വെരി ഗുഡ് മോർണിംഗ്. അപ്പോ എല്ലാം അറിഞ്ഞിട്ടായിരുന്നു ഈ പൊറാട്ട നാടകം? അതെ, ഇവിടെ ഇങ്ങനെ നിങ്ങൾ എത്തിക്കണമായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ ടാർഗറ്റ്. സത്യങ്ങളെല്ലാം ഇവന്മാര് മനസ്സിലാക്കിയെന്ന് തിരിച്ചറിഞ്ഞ റിയാസിക്ക വാട്ടർ ഗൺ എടുക്കും. ഈ ഒരു ഇടി കൊണ്ട് വീണ റിയാസിക്ക ദേഷ്യം വന്ന് താടി മീശയൊക്കെ ഷേവ് ചെയ്ത് ദ റിയാസിക്ക ലുക്കിൽ വന്ന് ഫൈറ്റ് തുടങ്ങും.
ശംഭുവിനെയൊക്കെ ഓടിച്ചിട്ട് തല്ലും. ഈ ഒരു ഫ്രെയിം ഇതേപോലെ തന്നെ മലയാളത്തിലൊരു സൂപ്പർ ഹിറ്റ് സോങ്ങിലുണ്ട്. മനസ്സിലായ ഒരു കമന്റ് ചെയ്യണേ. അങ്ങനെ എല്ലാവരും ഇടിച്ച് റെഡിയാക്കിയതിനു ശേഷം റിയാസുക്ക ക്യാരക്ടർ പിടിക്കാനായി വീണ്ടും താടിയും മീശയും വളർത്തിയിട്ട് അവിടെ നിന്ന് പോകും. ഞാൻ പറയുന്നവരെ കുമാരൻ മൈനയുടെ കസ്റ്റഡിയിൽ ഇരിക്കട്ടെ. പക്ഷേ ഈ സംഭവങ്ങളെല്ലാം ഒരു ന്യൂസ് റിപ്പോർട്ടർ ഹിഡൻ ക്യാമറ വെച്ച് പിടിച്ച് ടെലികാസ്റ്റ് ചെയ്യും. വെൽ ഡൺ മീര, യു ഡിഡ് എ ഗുഡ് ജോബ്. താങ്ക് യു സർ. പണി പാളിയെന്ന് മനസ്സിലായ റിയാസ്ക വാട്ടർ ഗൺ വെച്ച് വെടിവെച്ച് മരിക്കും. എന്തായാലും ബുള്ളറ്റ് ഇഞ്ചറി മേക്കപ്പ് ചെയ്യാനുള്ള കാശില്ല. പിന്നെ ഇത് ക്ലോസപ്പിൽ കാണിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? സേതുവിലെ അഭിനയത്തിന് വിക്രമിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. പുതിയ മുഖം ചെയ്തപ്പോൾ പൃഥ്വിരാജിന് സൂപ്പർ ഹിറ്റ് കിട്ടി. പാവം ശംഭുണ്ണന് തകരുന്നു കിളിക്കൂട്, പാടേ തകരുന്നു കിളിക്കൂട്. ഒരു കാര്യം പറയാതെ പോകുന്നത് മോശമാണ്. ഈ സിനിമയിൽ റിയാസ്കയുടെ അഭിനയം വളരെ നന്നായിരുന്നു. സ്ഥിരം വാളി കഥാപാത്രങ്ങൾ മാത്രം കൊടുക്കാതെ നല്ല ക്യാരക്ടർ റോൾസ് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി പൊളിക്കുമെന്ന് തോന്നുന്നു. അപ്പൊ ശരി, ബൈ.